ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. 2030 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ നടക്കും എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2030 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ നടക്കും. അഹമ്മദാബാദിലായിരിക്കും ഈ മത്സരം നടക്കുക, ഗെയിംസ് നടക്കുക. ഗ്ലാസ്ഗോയിലാണ് പ്രഖ്യാപനം ഉണ്ടായത്. 2010 ഡൽഹിയിൽ കോമൺവെൽത്ത് ഗെയിംസ് നടന്നിരുന്നു. ഇന്ത്യയിൽ 2030 കോമൺവെൽത്ത് ഗെയിംസിൽ 15-17 കായിക ഇനങ്ങൾ ഉണ്ടായിരിക്കും എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഇന്ത്യ തങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിന് നന്ദിയുള്ളവരാണ് കോമൺവെൽത്ത് ഗെയിംസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് ഡോക്ടർ പി.ടി. ഉഷ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ത്യക്കൊരു അഭിമാന നിമിഷമാണ് എന്ന് പി.ടി. ഉഷ പറയുന്നു. 2010 ഡൽഹിയിൽ കോമൺവെൽത്ത് ഗെയിംസ് നടന്നിരുന്നത്. ഇപ്പോൾ 2030 കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ നടക്കും. അഹമ്മദാബാദ് ആയിരിക്കും വേദിയായി ഒരുങ്ങുക എന്നുകൂടി ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഏകദേശം 15 മുതൽ 17 ഇനങ്ങൾ ഗെയിംസ് ആണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇത്. കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ നടക്കും. അഹമ്മദാബാദാണ് ഗെയിംസിന് വേദിയാകുന്നത്. ഗ്ലാസ്ഗോയിലാണ് പ്രഖ്യാപനം നടന്നത്. 2010 ഡൽഹിയിൽ കോമൺവെൽത്ത് ഗെയിംസ് നടന്നിരുന്നു. ഇത് അഭിമാന നിമിഷമെന്ന് പി.ടി. ഉഷ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. വീണ്ടും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹം. സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായ വാർത്തകൾ പ്രചരിക്കുന്നത്. ഇമ്രാൻഖാനെ കാണാൻ റാവൽപിണ്ടിയിലെ അഡിലിയ ജയിലിന് സമീപം 1 മാസമായി തുടരുന്ന സഹോദരിമാർക്ക് അനുമതി നിഷേധിച്ചതാണ് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടെന്ന വാർത്തകൾക്ക് ആധാരം. സഹോദരനെ കാണണമെന്നാവശ്യപ്പെട്ട തങ്ങളെ പോലീസ് ആക്രമിച്ചതായി സഹോദരിമാർ ആരോപിച്ചു. നെരീൻ ഖാൻ, അലീമ ഖാൻ, ഉസ്മ ഖാൻ എന്നിവരാണ് അഡിലിയ ജയിലിനു പുറത്ത് തുടരുന്നത്. പാക് പട്ടാള മേധാവി അസീം മുനീറും ചാരസംഘടന ISAയും ചേർന്ന് ഇമ്രാനെ കൊലപ്പെടുത്തിയെന്നാണ് വാർത്ത പ്രചരിക്കുന്നത്. അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ഇമ്രാൻഖാൻ 2023 ഓഗസ്റ്റ് മുതൽ ജയിലിലാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പരക്കുന്ന ഒരു അഭ്യൂഹ വാർത്തയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹ വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. സഹോദരിമാർ പറഞ്ഞ വാക്കിന്റെ ആധാരത്തിലാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഈ വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇമ്രാൻഖാനെ കാണാൻ റാവൽപിണ്ടിയിലെ ജയിലിന് സമീപം 1 മാസമായി തുടരുന്ന സഹോദരിമാർക്ക് അനുമതി നിഷേധിച്ചാണ് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടെന്ന വാർത്തകൾക്ക് ആധാരമെന്നുകൂടി പറയുന്നുണ്ട്. സഹോദരിനെ കാണണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിനോട് സഹോദരിമാർ പറഞ്ഞിരുന്നു. പക്ഷേ തങ്ങളെ പോലീസുകാർ ആക്രമിച്ചു എന്നൊരു ആരോപണം കൂടി ഇപ്പോൾ എന്തായാലും സഹോദരിമാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പാക് പട്ടാള മേധാവി അസീം മുനീറും ചാരസംഘടന ISIയും ചേർന്ന് ഇമ്രാനെ കൊലപ്പെടുത്തിയെന്ന വാർത്തകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിക്കുന്നുണ്ട്. അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായ ഇമ്രാൻഖാനെ പറ്റിയുള്ള വാർത്തകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്.
ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്ത് പ്രത്യേക അന്വേഷണ സംഘം കണ്ഠരർ രാജീവരുടെയും മോഹനരുടെയും മൊഴി SIT രേഖപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്നതായിരുന്നു തന്ത്രിമാരുടെ മൊഴി. സ്വർണ്ണപ്പാളിയിൽ അനുമതി നൽകിയ ഉദ്യോഗസ്ഥർ പറഞ്ഞതു പ്രകാരമാണ്. ദൈവഹിതം നോക്കി അനുമതി നൽകുക മാത്രമാണ് തന്ത്രിമാരുടെ ചുമതലയെന്നതാണ് മൊഴി. SIT ഓഫീസിലെത്തിയാണ് തന്ത്രിമാർ മൊഴി നൽകിയത്. അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രത്യേക അന്വേഷണ സംഘം നിർണായക മൊഴി രേഖപ്പെടുത്തിയത്. അറിയാവുന്ന കാര്യങ്ങൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞെന്ന കണ്ഠരർ രാജീവർ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കൊണ്ടുവന്നത് താനല്ല, താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂവെന്നും പത്മകുമാറിന്റെ ദൈവതുല്യർ പരാമർശം ആരെക്കുറിച്ചാണെന്ന് അറിയില്ലെന്നും കണ്ഠരർ രാജീവർ പറഞ്ഞു. SIT കണ്ടു, അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. താന്ത്രിക വിധി പ്രകാരമുള്ള കാര്യം മാത്രമല്ല നമ്മൾ ശബരിമല ചെയ്തിട്ടുള്ളൂ. പിന്നല്ല, അത്രേ ഉള്ളൂ. അതിന് കൂടുതലൊന്നുമില്ല. നമുക്ക് സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലാണ്. അല്ല, നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വർക്ക് ചെയ്ത ആളല്ലേ, എനിക്കറിയായിരിക്കും. ഞാനല്ല കൊണ്ടുവന്നത്. അത് വേറെ, അതൊക്കെ SIT അടുത്ത് പറഞ്ഞിട്ടുണ്ടാവുന്നു. എനിക്ക് നിങ്ങളടുത്ത് പറയാൻ പറ്റത്തില്ല. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യന എത്രയോ പേരുണ്ട്. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് പത്മകുമാറിനെ കസ്റ്റഡിയിൽ വിട്ടത്. നാളെ വൈകിട്ട് 5 മണിവരെയാണ് കസ്റ്റഡി കാലാവധി. തീർച്ചയായും 2 ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിനെ കോടതി വിട്ടിരിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഒരു കസ്റ്റഡി തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരും. കൂടുതൽ കാര്യങ്ങൾ പത്മകുമാറിനോട് ചോദിച്ചറിയേണ്ട കാര്യങ്ങൾ എല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉണ്ട്. വളരെ വിശദമായൊരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. പ്രധാനമായും പ്രായോജകനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഒരു ഇടപാട് എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളടക്കം പത്മകുമാറിനോട് ചോദിച്ചറിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളടക്കം പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ പത്മകുമാറും തമ്മിൽ ഏത് തരത്തിലുള്ള ഇടപാടുകളാണ് ഉണ്ടായിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതിൽ എല്ലാ ഗൂഢാലോചനകളും തുടക്കം പത്മകുമാറിൽ നിന്നാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആ കണ്ടെത്തലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാകും പ്രധാനമായും പരിശോധിക്കുക. എന്തായാലും 2 ദിവസം കൊണ്ട് പരമാവധി കാര്യങ്ങൾ ചോദിച്ചറിയുകയാകും ലക്ഷ്യമിടുന്നത്. 2019 പത്മകുമാർ പ്രസിഡന്റായുള്ള ദേവസ്വം ഭരണസമിതിയെ 8ാം പ്രതിയാക്കി നേരത്തെ SIT കേസെടുത്തിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട ഭരണകാലയളവിലെ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് അന്വേഷണമെന്ന് എടുത്തു പറയേണ്ടി വരും. സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ അറസ്റ്റായിരുന്നു പത്മകുമാറിൻ്റേത്. എന്തായാലും പത്മകുമാറിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇനി ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. വിശദമായ ചോദ്യം ചെയ്യലാണ് ഉണ്ടാവുക. കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയും. ഈ ഘട്ടത്തിൽ വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് തന്നെ അന്വേഷണം മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 2 ദിവസത്തെ കസ്റ്റഡിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നാളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ തള്ളി. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ശബരിമല ശ്രീകോവിലിന്റെ മുന്നിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണത്തിലും കട്ടിളപ്പാളി മോഷണ കേസിലുമായി 2 ജാമ്യാപേക്ഷകളാണ് മുരാരി ബാബു നൽകിയിരിക്കുന്നത്. ഈ 2 അപേക്ഷകളും കോടതി തള്ളി. കഴിഞ്ഞ ഒക്ടോബർ 22-നാണ് മുരാരി ബാബുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കേസിൽ നിലവിൽ റിമാൻഡിലാണ് മുരാരി ബാബു. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമോഷണ കേസിൽ 2ാം പ്രതിയും കട്ടളപ്പാളിയിലെ സ്വർണ്ണമോഷണ കേസിൽ 6ാം പ്രതിയുമാണ് മുരാരി ബാബു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിലെ 4ാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S ജയശ്രീക്ക് വീണ്ടും ആശ്വാസം. ജയശ്രീയുടെ അറസ്റ്റിലുള്ള വിലക്ക് ഹൈക്കോടതി വെള്ളിയാഴ്ച വരെ നീട്ടി. ജയശ്രീ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ വെള്ളിയാഴ്ച പരിഗണിക്കാനായി മാറ്റി. അതുവരെ അറസ്റ്റ് പാടില്ലെന്ന് കോടതി നിർദ്ദേശം. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ കള്ളത്തരം കാണിച്ച ആരെയും സർക്കാർ രക്ഷിക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ശബരിമല വിഷയം മുന്നണിയെ ബാധിക്കുന്ന വിഷയമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടത് ഒരു നിലപാടാണ്.
എക്സോ വൈയോ മാത്രമല്ലാതെ എക്സ് ആയാലും വൈ ആയാലും ഈ ഇടപാട് തെറ്റായ ഇടപാട് വിശ്വാസികളെ ഗുണപ്പെടുത്തിയ ഈ ഇടപാട് പങ്കുള്ളതായി തെളിയിക്കപ്പെടുന്ന ഏതാളെയും ഞങ്ങൾ ഇടതുപക്ഷം സഹായിക്കില്ല, സംരക്ഷിക്കില്ല എന്ന് വ്യക്തമാക്കിയത് CPI-എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും വെളുപ്പിയുമായ സഖാബി എം പി ഭാഷ. അത് ഒരു വട്ടമല്ല പലവട്ടം വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന അന്വേഷണമാണ് നടക്കുന്നതെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. മോഷണത്തിന് പിന്നിൽ CPM നേതൃത്വമാണ്. മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് കൊള്ള നടന്നത്. കേസ് അന്വേഷണം ക്ലിഫ് ഹൌസിലാണ് അവസാനിക്കുകയെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ആദ്യം അറസ്റ്റ് ചെയ്ത പോറ്റിയും മുരാരി ബാബുവും കടകംപള്ളി സുരേന്ദ്രന്റെയും പ്രശാന്തിന്റെയും എല്ലാം കൃത്യമായിട്ടുള്ള പങ്കാളിത്തം ഈ കേസിൽ മൊഴിയായി നൽകിയിട്ടുണ്ട്. എന്താ അവരെടുത്തേക്ക് പോകാത്തത്? പത്മകുമാർ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനല്ലേ, പിന്നെ എങ്ങനെ പുറത്താക്കും? ക്ഷേത്രങ്ങൾ തകർക്കാനും അവിടുത്തെ സമ്പത്ത് കൊള്ളയടിക്കാനും പാർട്ടി തലത്തിലെടുത്ത തീരുമാനമാണിത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ആ കാലത്ത് തന്നെയാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത്. വിശ്വസിച്ച് ഏൽപ്പിച്ചതിന്റെ പങ്ക് പാർട്ടിക്ക് എത്ര കിട്ടിയെന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. സതീശന്റെ ഒരു വാക്കും കേൾക്കുന്നില്ലല്ലോ, ചെന്നിത്തല ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഞങ്ങൾ മാത്രമേ ഈ കാര്യത്തിൽ ശരിയായ ഒരു നിലപാടെടുത്തിട്ടുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കടക്കുന്നത്. തിരുവനന്തപുരം പൊഴിയൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പൊഴിയൂർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സനീഷിനെയാണ് വിഷം കഴിച്ച നിലയിൽ നെയ്യാറ്റിൻകരയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ എന്നതാണ് വിവരം. തിരുവനന്തപുരത്ത് നിന്നാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. തിരുവനന്തപുരം പൊഴിയൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. പൊഴിയൂർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ സനീഷിനെയാണ് വിഷം കഴിച്ച നിലയിൽ സ്റ്റേഷനിൽ കണ്ടെത്തിയത്. എന്തായാലും അദ്ദേഹത്തിനെ ഇപ്പോൾ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പോലീസുകാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നുണ്ട്. പ്രദീപ്, എന്താണ് ഈ ഒരു ആത്മഹത്യാ ശ്രമത്തിന് പിന്നിൽ? ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് പ്രദീപേ? രേണുക, ഇപ്പോഴും നിലവിലെ അവസ്ഥ ഗുരുതരമാണ്. ഇന്ന് വൈകുന്നേരമാണ് ഇത്തരത്തിൽ പൊഴിയൂർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സതീഷിനെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. എന്താണ് ഇതിന് പിന്നിലുള്ള ഇത്തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തിയതെന്നുള്ള വിവരങ്ങൾ വ്യക്തമല്ല. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമായി തുടർന്നാൽ മാത്രമേ പോലീസിന് മറ്റു തരത്തിലുള്ള അദ്ദേഹത്തിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കൂ എന്നുള്ള വിവരമാണ് നമുക്ക് പോലീസ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും നാളത്തോടെ കൃത്യമായിട്ട് എന്താണ് ഇതിനെ ആത്മഹത്യാ ശ്രമത്തിനുള്ള കാരണം എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും. രേണുക, ശരി, വിവരങ്ങൾ പങ്കുവച്ചത് പ്രദീപ് പാറശാലയാണ്. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ വ്രതശുദ്ധിയുടെ നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയോടൊപ്പം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. ഭക്തർക്ക് ആശ്വാസമേകി സന്നദ്ധാനത്തെ ഹോമിയോ ആശുപത്രി. ദിനംപ്രതി നിരവധി പേരാണ് ഇവിടെ ചികിത്സ തേടുന്നത്. കഠിനമായ മലകയറ്റത്തിന് ശേഷം സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് വലിയ ആശ്വാസമാണ് സർക്കാർ ഹോമിയോ ആശുപത്രി ഒരുക്കുന്ന സൗജന്യ ചികിത്സാ സഹായം. തീർത്ഥാടകർക്കും ജീവനക്കാർക്കും ആശുപത്രി വലിയ ആശ്രയമാണ്. 2 മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്നത്. 2 ഫാർമസിസ്റ്റുമാർ, 2 അറ്റൻഡർമാർ, 1 ക്ലീനർ എന്നിവരടങ്ങുന്ന ജീവനക്കാരും സേവന സന്നദ്ധരായി മുഴുവൻ സമയവും ഇവിടെയുണ്ട്. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കാണ് ഭൂരിഭാഗം തീർത്ഥാടകരും ചികിത്സ തേടിയെത്തുന്നതെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീകുമാർ പറയുന്നു. ഇവിടെ നമുക്ക് രോഗികൾ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൂടുതൽ നമ്മളിവിടുത്തെ ജീവനക്കാരാണ്, മീൻസ് ദേവസ്വം ബോർഡിലെ ജീവനക്കാർ, പോലീസ് സ്റ്റാഫുകൾ, പിന്നെ അയ്യപ്പ ഭക്തന്മാരും ഇവിടെ വരുന്നുണ്ട്. കൂടുതലും റെസ്പിറേറ്ററി ഇൽനെസ്, നമ്മുടെ ശ്വാസകോശമായിട്ട് സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളാണ് കൂടുതലും. ഇപ്പോൾ കാലാവസ്ഥ മാറുമ്പോഴത്തേക്ക്, തണുപ്പ് വരുമ്പോഴത്തേക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതിനുള്ള മെഡിസിൻസാണ് നമ്മൾ കൂടുതലൂടെ രോഗികൾ ആവശ്യപ്പെട്ട് വരുന്നത്. അതുകൂടാതെ തന്നെ സ്കിൻ കംപ്ലയിൻസ്, ചെറിയ ചെറിയ മുറിവുകൾ, അതുകൂടാതെ തന്നെ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ്, മിക്കവാറും ആഹാരം കഴിച്ചതിന് ശേഷമുള്ള ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതിനുള്ള മരുന്ന് കൊടുക്കാറുണ്ട്. അതുകൂടാതെ തന്നെ
സ്ഥിരമായിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഇന്നിപ്പം അയ്യപ്പ ഭക്തന്മാരവിടെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഹോമിയോ മരുന്ന് തീർന്നു പോവുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് അവർക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ആ മരുന്നും വാങ്ങാവുന്നതാണ്. പലവിധ പ്രതിരോധ മരുന്നുകളുടെ വിതരണവും ആശുപത്രി വഴി നടക്കുന്നുണ്ട്. ചെറിയ പരിക്കുകൾ പറ്റുന്നവർക്കായി ഡ്രസ്സിംഗ് ചെയ്യാനുള്ള സേവനവും കേന്ദ്രത്തിൽ സൗജന്യമായി ലഭ്യമാണ്. സന്നിധാനത്തെ വലിയ നടപ്പന്തൽ ആരംഭിക്കുന്ന ഭാഗത്താണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം. ഔഷധി ശരണമന്ത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. അസോസിയേറ്റ് സ്പോൺസർഡ് ബൈ വ്രതശുദ്ധിയുടെ നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയോടൊപ്പം. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. സൂര്യദേവമഠം കുബേരാശ്രമം ആയൂർ കൊല്ലം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. പത്തനംതിട്ട കരുമാൻതോട് സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ സംഭവത്തിൽ ഒരു കുട്ടിയെ കാണാനില്ല. 4 വയസ്സുകാരനായ യദു കൃഷ്ണനെയാണ് കാണാതായിരിക്കുന്നത്. ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ തുടരുന്നു. നേരത്തെ 2ാം ക്ലാസ് വിദ്യാർത്ഥി ആദിലക്ഷ്മി മരിച്ചിരുന്നു. പാമ്പിനെ കണ്ട് വെട്ടിച്ചതിനെ തുടർന്നാണ് ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞത്. പത്തനംതിട്ട കരുമാൻതോട് കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞിരുന്നു. ഇപ്പോൾ അതിൽ ഒരു കുട്ടിയെ കാണാനില്ല എന്നൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. 4 വയസ്സുകാരനായ യദു കൃഷ്ണനെയാണ് കാണാതായിരിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് ഇപ്പോൾ സംഭവ സ്ഥലത്തെത്തി കുട്ടിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഏകദേശം വൈകുന്നേരം 6 മണിയോട് തന്നെ ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന 8 വയസ്സുകാരി ആദിലക്ഷ്മി മരിച്ചിരുന്നു എന്നൊരു വാർത്ത കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപകടം നടന്ന ഉടനെ തന്നെ ഈ വണ്ടിയിലിരുന്ന അല്ലെങ്കിൽ ഈ ഓട്ടോറിക്ഷയിലിരുന്ന കുട്ടികളെയെല്ലാം തന്നെ കോന്നിയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പാമ്പിനെ കണ്ടതിനെ തുടർന്നാണ് ഈ ഓട്ടോറിക്ഷ വെട്ടിച്ചത്. അത് തോട്ടിലേക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. വൈകുന്നേരം തന്നെ ഒരു കുട്ടി മരണപ്പെട്ടു എന്നൊരു വാർത്ത വന്നു. ഇപ്പോൾ ആ വാഹന അപകടത്തിൽ അല്ലെങ്കിൽ ഓട്ടോ മറിഞ്ഞതിൽ നിന്ന് 4 വയസ്സുകാരനായ യദു കൃഷ്ണനെ കാണാനില്ല എന്നൊരു വാർത്തയാണ് നിലവിൽ വന്നിരിക്കുന്നത്. കുട്ടിക്കായുള്ള തിരച്ചിൽ ഫയർഫോഴ്സും നാട്ടുകാരും അടക്കമുള്ളവർ ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് കുട്ടിയെ തിരയുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ഒരു ഭാഗത്തായാണ് ഓട്ടോ മറിഞ്ഞു വീണത്. ഒരു താഴ്ചയിലേക്കാണ് വീണിരിക്കുന്നത്. കുട്ടി ഇനി കാട്ടിലെങ്ങാനും അല്ലെങ്കിൽ ആ താഴ്ചയിൽ വീണ സമയത്ത് കാടുകളിൽ ുണ്ടോ എന്നൊരു കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല. 6 കുട്ടികളാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത്. 5 കുട്ടികളെ മാത്രമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. പത്തനംതിട്ട കരുമാൻതോട് സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഓട്ടോറിക്ഷയിൽ മൊത്തം 6 കുട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ 5 കുട്ടികളെ മാത്രമാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അതിൽ ഒരു കുട്ടി വൈകുന്നേരം തന്നെ ആദിലക്ഷ്മി മരിച്ചിരുന്നു. പക്ഷേ 6 കുട്ടികളിൽ ഒരാളെ കാണാനില്ലായിരുന്നു. 4 വയസ്സുകാരനെ യദു കൃഷ്ണനെയാണ് നിലവിൽ കാണാതായിരിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സും നാട്ടുകാരുമെല്ലാം സംഭവസ്ഥലത്ത് തിരച്ചിൽ തുടരുകയാണ്. കുട്ടി കാടിനുള്ളിൽ എങ്ങാനും പെട്ടുപോയിട്ടുണ്ട് എന്നൊരു കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും അന്വേഷണ സംഘം അടക്കമുള്ളവർ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ തുടരുന്നു. കുട്ടിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. 4 വയസ്സുകാരനായ യദു കൃഷ്ണനെയാണ് കാണാതായിരിക്കുന്നത്. 6 കുട്ടികളിൽ 5 കുട്ടികളെ മാത്രം ആശുപത്രിയിൽ എത്തിച്ചു. യദു കൃഷ്ണനാണ് ഈ 6ാമനായ കാണാതായിരിക്കുന്ന കുട്ടി. 4 വയസ്സുകാരനാണ്. 5 പേരിൽ ഒരാൾ ഇന്ന് വൈകുന്നേരം മരിച്ചിരുന്നു. ആദിലക്ഷ്മിയാണ് മരിച്ചത്. എന്തായാലും 4 വയസ്സുകാരനായ യദു കൃഷ്ണനായുള്ള തിരച്ചിൽ തുടരുകയാണ്. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സുപ്രീം കോടതിയുടെ അടിയന്തര ഇടപെടൽ ഇല്ല. വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾക്ക് കോടതി നിർദ്ദേശം നൽകി. ഹർജികൾ സുപ്രീം കോടതി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും.
തീർച്ചയായും കേരളത്തിലെ SIR നടപടികൾക്ക് ഒരു അടിയന്തര സ്റ്റേ ഇല്ല, അല്ലെങ്കിൽ അത് തുടരും എന്നുള്ളത് തന്നെയാണ് ഇന്ന് സുപ്രീം കോടതിയുടെ നടപടികളിൽ നിന്ന് വ്യക്തമാകുന്നത്. നിലവിൽ ഇന്ന് ഈ പുതുച്ചേരിയുടെ അടക്കം ഹർജികൾ പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് കേരളത്തിന്റെ ഹർജി കൂടി വന്നത്. ആ ഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് പുതുച്ചേരിയിലെ ഹർജിക്കാർ കേരളത്തിന്റെ സാഹചര്യം കൂടി ചൂണ്ടിക്കാണിച്ചപ്പോൾ കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമാണെന്ന് പറഞ്ഞിരുന്നു. അതായത് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം നടക്കുകയാണ്, അതല്ല മറ്റ് സാഹചര്യങ്ങൾ എന്നുള്ള കാര്യവും കൂടി ചീഫ് ജസ്റ്റിസ് കേരളത്തിന്റെ കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏതായാലും അതിനുശേഷമാണ് കേരളത്തിന്റെ ഹർജി പരിഗണിച്ചത്. ആ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ കേരളത്തിന് വേണ്ടി ഹാജരായത് മുതിർന്ന അഭിഭാഷകനായ കപിൽ സിബലാണ്. കപിൽ സിബൽ കേരളത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെയുള്ള ഈ SIR നടപടികളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ കോടതിയുടെ മുന്നിൽ ചൂണ്ടിക്കാട്ടി. BLOമാരടക്കം വലിയ സമ്മർദ്ദം നേരിടുന്നു എന്നതടക്കമാണ് ചൂണ്ടിക്കാട്ടിയത്. ഏതായാലും ഇത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുകയാണ് ചെയ്തത്. അവിടെ നിലവിൽ അത്തരത്തിലൊരു ബുദ്ധിമുട്ടും തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ചില രാഷ്ട്രീയ പാർട്ടികളാണ് ഈ കേരളത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നേരത്തെ ഈ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നതാണ്. ആ ഘട്ടത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷേ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഘട്ടത്തിൽ പോലും ഈ SIR നടപടികളുമായി ബന്ധപ്പെട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന നില ഉണ്ടായെന്ന് പറഞ്ഞിട്ടില്ല ഹൈക്കോടതിയിൽ എന്നുള്ള കാര്യവും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏതായാലും നിലവിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സ്വീകരിച്ചത്. തുടർന്നാണ് കോടതി വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനായുള്ള നിർദ്ദേശം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ തിങ്കളാഴ്ചയ്ക്കുള്ളിൽ വിശദമായ സത്യവാങ്മൂലം നൽകണം എന്നുള്ളതാണ് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതിനുശേഷം ചൊവ്വാഴ്ച വീണ്ടും ഈ ഹർജികൾ പരിഗണിക്കാമെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ ഹർജി കോടതി പറഞ്ഞത് 9-ന് ശേഷം ഹർജി പരിഗണിക്കാം എന്നുള്ളതാണ്. പക്ഷേ കേരളത്തിലെ SIR നടപടികൾ ഈ മാസം 4-ന് പൂർത്തിയാകും. 8-ന് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ ആ സാഹചര്യത്തിൽ അത്രയും വൈകിക്കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല എന്നുള്ളതാണ് കേരളം ചൂണ്ടിക്കാണിച്ചത്. അതിനെ തുടർന്നാണ് കോടതി ചൊവ്വാഴ്ച ഈ ഹർജി പരിഗണിക്കാനായി മാറ്റിയിട്ടുള്ളത്. നിലവിൽ സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ്, CPM, അതുപോലെ തന്നെ മുസ്ലിം ലീഗ്, CPI അങ്ങനെ തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുമാണ് ഈ SIR നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മുനമ്പം വകഭൂമി പ്രശ്നത്തിൽ നിർണായക ഉത്തരവുമായി ഹൈക്കോടതി. തർക്കം നിലനിൽക്കുന്ന ഭൂമിയിൽ കൈവശക്കാർക്ക് കരം ഒടുക്കണമെന്നതാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. കേസിൽ അന്തിമ വിധി വരുന്നതുവരെ കരം സ്വീകരിക്കണമെന്ന് റവന്യൂ വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. മുൻപത്തുള്ള കുടുംബങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന സമരസമിതിയുടെ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവുണ്ടായിരിക്കുന്നത്. മുനമ്പം സമരസമിതി അതുപോലെ തന്നെ മുനമ്പത്ത് 1.5 വർഷമായി നിരാഹാരം നടത്തുന്ന അവിടുത്തെ പ്രദേശവാസികൾ തുടങ്ങിയവർ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള C. ജയചന്ദ്രന്റെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. ഈ അന്തിമ തീർപ്പ് വരുന്നതുവരെ കരം സ്വീകരിക്കണം എന്ന് ഹൈക്കോടതി ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, അതായത് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ ഒരു കേസിൽ, അതായത് മുനമ്പത്തെ ഭൂമി വഖഫ് ആണോ അല്ലയോ എന്നുള്ള ഒരു തർക്കത്തിൽ പെട്ട് കിടക്കുന്നതിനാൽ തന്നെ കരമടയ്ക്കുന്നത് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ആ ഒരു സാഹചര്യത്തിലാണ് മുനമ്പത്തെ നിവാസികളും അതുപോലെ തന്നെ മുനമ്പത്തെ ഈ ഒരു സമരസമിതിയും ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ആ സാഹചര്യത്തിൽ സർക്കാർ ഈ കരം സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ വഖഫ് സംരക്ഷണ വേദിയുടെ പ്രവർത്തകർ കോടതിയിൽ ഇതിനെ എതിർക്കുകയായിരുന്നു. കരം സ്വീകരിക്കരുത് എന്ന് എതിർപ്പ് അറിയിക്കുകയായിരുന്നു. ആ ഒരു കേസിലാണ് ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതിയിലും വഖഫ് ട്രിബ്യൂണലിലും എല്ലാം തന്നെ പരിഗണനയിലിരിക്കുന്ന വഖഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഒരു അന്തിമ വിധി ഉണ്ടാകുന്നതുവരെ നിലവിൽ മുനമ്പത്തുള്ള ഈ ഭൂമിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ കൈവശക്കാർക്ക് കരമടയ്ക്കാമെന്നും അതുവഴി മറ്റ്, അതായത് വില്ലേജ് ഓഫീസിലും അതുപോലെ തന്നെ വായ്പയെടുക്കുന്നതും അടക്കമുള്ള സാമ്പത്തിക കാര്യങ്ങളെല്ലാം തന്നെ നടത്താൻ കഴിയും എന്നുമാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. അതായത്
ഇവരുടെ റവന്യൂ അവകാശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ ഹർജി നൽകിയവരുടെ ഹർജിയിൽ പറയുന്ന ആവശ്യവും അതുതന്നെയായിരുന്നു. ഏതാണ്ട് 1.5 വർഷമായി മുടങ്ങിയിരിക്കുന്ന അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം എന്നായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. അതാണ് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത്. 2019 മുനമ്പത്തുള്ള 615 കുടുംബങ്ങൾ ഉൾപ്പെടുന്ന ആ ഒരു ഭൂമി വഖഫാണ് എന്നറിയിച്ചുകൊണ്ട് അത് സംസ്ഥാന വഖഫ് ബോർഡ് വഖഫ് രജിസ്റ്ററിലേക്ക് എഴുതിയെടുക്കുന്നത്. 2022 ഇത്തരത്തിൽ കരം അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത് മുനമ്പത്തുള്ളത് വഖഫ് ഭൂമിയാണ് എന്ന് അറിയിച്ചുകൊണ്ട് അവർക്ക് നോട്ടീസ് വരുന്നു. അതിനുശേഷമാണ് മുനമ്പത്ത് ആളുകൾ ഈ ഒരു സമരസമിതി രൂപീകരിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ വഖഫ് സംരക്ഷണ വേദി എന്ന് പറയുന്ന സമിതി മുനമ്പത്തെ ആളുകൾ അത് തങ്ങളുടെ ഭൂമിയായി കണ്ടുകൊണ്ട് ഭൂനികുതി അടയ്ക്കുന്നതിനെതിരെ കോടതിയെ സമീപിക്കുകയായിരുന്നു. അങ്ങനെ അത്തരത്തിൽ കോടതിയെ സമീപിച്ചതോടെയാണ് മുനമ്പം നിവാസികൾക്ക് കരമടയ്ക്കാൻ കഴിയാതെയായത്. ഇതിനെ തുടർന്ന് ബാങ്കുകളിൽ നിന്ന് വായ്പകൾ എടുക്കാനോ അതുപോലെ തന്നെ ഭവന പദ്ധതികൾക്ക് അപേക്ഷ നൽകാനോ അത്തരത്തിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങളൊന്നും തന്നെ നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവർ ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സമരസമിതിയും അതുപോലെ തന്നെ പ്രദേശവാസികളും നൽകിയ ഹർജികൾ ഇന്ന് ഹൈക്കോടതി ഒരുമിച്ച് പരിഗണിക്കുകയായിരുന്നു. അത് പരിഗണിച്ച വേളയിലാണ് ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ ഈ ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഉത്തരവ് വന്നതിന് പിന്നാലെ ഇനി ഇവർക്ക് അന്തിമ തീർപ്പ് വരുന്നത് വരെ കരമടയ്ക്കാം, അതുപോലെ തന്നെ കരം സ്വീകരിക്കണമെന്ന് റവന്യൂ വകുപ്പിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കരം അടച്ച് അതായത് ഭൂനികുതി അടച്ച് അതിന്റെ രസീത് ലഭിക്കുന്നതോടുകൂടി കാലങ്ങളായി ഇവർക്ക് മുടങ്ങിക്കിടന്നിരുന്ന സാമ്പത്തിക കാര്യങ്ങളിൽ ആ ഒരു തടസ്സവും അനിശ്ചിതത്വവും ഇല്ലാതാകും എന്നുള്ളതാണ്. അതായത് വായ്പ ലഭിക്കുന്നത്, അപേക്ഷകൾ, വിദ്യാഭ്യാസ ലോൺ, ആരോഗ്യ പരിരക്ഷ മുതലായ കാര്യങ്ങളിലെല്ലാം തന്നെ നിലനിന്നിരുന്ന ആ ഒരു അനിശ്ചിതത്വം ഇതോടുകൂടി ഇല്ലാതാകും. അതോടൊപ്പം തന്നെ 615ഓളം കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ കൂടിയാണ് ഈ ഒരു ഉത്തരവിലൂടെ ഇപ്പോൾ പുനഃസ്ഥാപിക്കപ്പെടുന്നത്. സ്വകാര്യ ആശുപത്രികൾക്ക് മാർഗനിർദ്ദേശവുമായി ഹൈക്കോടതി. 10 നിർദ്ദേശങ്ങളാണ് കോടതി പുറപ്പെടുവിച്ചത്. അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികളെ പരിശോധിക്കണം. പണമില്ലാത്തതിനാൽ ചികിത്സ നിഷേധിക്കരുത്. രേഖകളില്ലെങ്കിലും ചികിത്സ നൽകണം. തുടർ ചികിത്സ വേണമെങ്കിൽ ആശുപത്രി മാറ്റണം. ഡിസ്ചാർജ് സമയം, പരിശോധന ഫലം കൈമാറ്റണം. ചികിത്സാ നിരക്ക് പ്രദർശിപ്പിക്കണം. നിരക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രദർശിപ്പിക്കണം. ആശുപത്രികളിൽ പരാതി പരിഹാര ഡെസ്ക് സ്ഥാപിക്കണം. പരാതികൾ ഒരാഴ്ചയ്ക്കകം പരിഹരിക്കപ്പെടണം. പരിഹരിക്കപ്പെടാത്ത പരാതികൾ DMOയ്ക്ക് കൈമാറ്റണം. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കോടതി ശരിവച്ചു. ആക്ടിനെതിരെ സ്വകാര്യ ആശുപത്രി മാനേജറും IMAയും നൽകിയ ഹർജി ഡിവിഷൻ ബെഞ്ച് തള്ളി. ലൈംഗിക ആരോപണത്തിൽ സസ്പെൻഷനിലായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ച് KPCC മുൻ അധ്യക്ഷൻ K സുധാകരനെ തള്ളി K മുരളീധരൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ സസ്പെൻഷനിലാണെന്നും നേതാക്കൾക്കൊപ്പം വേദി പങ്കിടാൻ രാഹുലിന് അനുമതിയില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. പാർട്ടിക്ക് കൂടുതൽ നടപടി ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയില്ല. പെൺകുട്ടി മുന്നോട്ട് വന്നാൽ പൊതുസമൂഹം പിന്തുണ നൽകും. K സുധാകരന്റെ അനുകൂല പരാമർശത്തിൽ പാർട്ടി അന്വേഷണം നടക്കുകയാണെന്നും മുരളീധരൻ വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്നും പാർട്ടിയിൽ സജീവമാകണമെന്നും K സുധാകരൻ പറഞ്ഞിരുന്നു. കോൺഗ്രസ് നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ താൻ അനുസരിക്കുന്നുണ്ടെന്ന് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ. സസ്പെൻഷനിലുള്ള ആൾ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കരുത് എന്നതാണ് നേതാക്കൾ പറഞ്ഞത്. രാഷ്ട്രീയമായി വീട് കയറി തുടങ്ങിയ ആളല്ല താനെന്നും കാലുകുത്തി നടക്കുന്ന കാലം വരെ അത് തുടരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. സുധാകരേട്ടൻ എൻ്റെ നേതാവാണ്, ശ്രീ KC വേണുഗോപാൽ എൻ്റെ നേതാവാണ്, ശ്രീ രമേശ് ചെന്നിത്തല എൻ്റെ നേതാവാണ്, ശ്രീ VD സതീശൻ്റെ നേതാവാണ്, ശ്രീ സണ്ണി ജോസഫിൻ്റെ നേതാവാണ്. ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ്. അവർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളെയും കേൾക്കുവാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരാളാണ് ഞാൻ. നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല. അവർ പറയുന്ന ഒപ്പീനിയനിൽ എനിക്ക് ഡിഫറൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൂ. നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല. ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത്. എനിക്ക് വോട്ടില്ലാത്ത കാലത്ത് വീട് കയറി തുടങ്ങിയ ആളാണ്. ആ ശീലം എനിക്ക് 2 കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേയിരിക്കും. ആ വിഷയത്തെ പറ്റിയിട്ടല്ലല്ലോ നേതാക്കന്മാർ പറയുന്നത്. പാർട്ടി പരിപാടികൾ, ആ പരിപാടികളുടെ ഒരു സസ്പെൻഷൻ പീരീഡിലുള്ള സമയത്ത് എന്താണ് പാലിക്കേണ്ടുന്ന അച്ചടക്കം എന്നതിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ അച്ചടക്കത്തെ പരിപൂർണമായിട്ടും പാലിച്ചു തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്.
സർക്കാരിന്റെ ഗുരുതര വീഴ്ചകൾ മറച്ചുവെക്കാൻ രാഹുൽ മാക്കൂട്ടത്തിന്റെ വിഷയം വീണ്ടും ചർച്ചയാകുകയാണെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു. പാർട്ടി സ്വീകരിച്ച നടപടിയേക്കാൾ തനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ശബരിമലയിലെ വീഴ്ച മറച്ചുവെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ എം പി കാസർഗോഡ് പറഞ്ഞു. ശശി തരൂരിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഒരു പാർട്ടിയെ കൊണ്ട് എന്തൊക്കെ നടത്താനാകുമോ അതെല്ലാം തരൂർ നേടിയിട്ടുണ്ട്. രക്തസാക്ഷി പരിവേഷത്തോടെ പാർട്ടി വിടാമെന്ന തരൂർ കരുതേണ്ട എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ഒരു ജന്മം ഒരു പാർട്ടിയെ കൊണ്ട് എന്തൊക്കെ നേടാവോ അതെല്ലാം അദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന പ്രവർത്തനമാണ്. പക്ഷേ അദ്ദേഹം ഒരു രക്തസാക്ഷി പരിവേഷം നേടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിക്കുമ്പോൾ അത്തരമൊരു പരിവേഷം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതിനപ്പുറം ഈ പാർട്ടിയിൽ നിന്ന് ഇനി അദ്ദേഹത്തിനൊന്നും ലഭിക്കാനില്ല. ഇത് കോൺഗ്രസിന്റെ പരമോന്നത സമിതി എന്ന് പറയുന്ന വർക്കിംഗ് കമ്മിറ്റിയിലെ ഒരു അംഗമാണ് അദ്ദേഹം. കോൺഗ്രസ് പ്രസിഡന്റായി മത്സരിച്ച അദ്ദേഹമാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഇന്ന് കോൺഗ്രസ് ഏറ്റവും നല്ലൊരു കമ്മിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ക്യാബിനറ്റ് പദവിയുള്ള ഒരു കമ്മിറ്റിയുടെ ചെയർമാനാണ് അദ്ദേഹം. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും അദ്ദേഹത്തിന് ചെയ്യാനില്ല. പിന്നെ അദ്ദേഹത്തിന്റെ പൂർവ്വം വിജയത്വവും പ്രതിബദ്ധതയും കോൺഗ്രസിനോടായിരിക്കണം എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. വിമതർക്കെതിരെ സംസ്ഥാന വ്യാപക നടപടിയുമായി കോൺഗ്രസ്. തിരുവനന്തപുരത്ത് 8 വിമത സ്ഥാനാർത്ഥികളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. വാഴോട്ടുകോണം, ഉള്ളൂർ, കാച്ചാണി, ചെമ്പഴന്തി, വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വാർഡുകളിലാണ് UDFന് വിമത സ്ഥാനാർത്ഥികളുള്ളത്. കണ്ണൂരിൽ പയ്യമ്പലത്ത് വിമത സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ മണ്ഡലം വൈസ് പ്രസിഡന്റ് KN ബിന്ദുവിനെയും പുറത്താക്കി. കോഴിക്കോട് കാരശ്ശേരി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ദിശാലിനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കോഴിക്കോട്ട് DCCയുടേതാണ് പരിപാടി. CPI പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി AP ജയനും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിനുമെതിരെ വിമർശനവുമായി CPI മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ. പാർട്ടി വിട്ടിട്ടും ഇരുവരും തന്നെ പിന്തുടർന്ന് ദ്രോഹിക്കുകയാണ്. ചിറ്റയം ഗോപകുമാർ കഴിഞ്ഞ ദിവസം തനിക്കെതിരെ നടത്തിയ വാർത്താ സമ്മേളനം തികച്ചും സ്ത്രീവിരുദ്ധമാണെന്നും തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളാൻ AP ജയൻ അധികാരവും ഭരണപക്ഷത്തുള്ള സ്വാധീനവും ഉപയോഗിച്ച് നിരന്തരമായ പരിശ്രമമാണ് നടത്തിയതെന്നും ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞു. CPIയുടെ മുൻ ജില്ലാ സെക്രട്ടറി AP ജയനെതിരെ നൽകിയ പരാതി വിജിലൻസിൽ പരാതി കൊടുക്കുവാനാണ് തീരുമാനം. ഞാൻ കൊടുത്ത അഴിമതിയുടെ ആരോപണം എത്രത്തോളം ശരിയാണ് എന്നുള്ളത് പാർട്ടി കണ്ട് ബോധ്യപ്പെട്ട് തീരുമാനിച്ചതാണ് എങ്കിൽ ഉറപ്പായിട്ടും ആദ്യം ഇതുപോലുള്ള നടപടിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് CPI അവസാനിപ്പിക്കണം. ആദർശധീരനാണ് എന്ന് നമ്മുടെ മുൻപുണ്ടായിരുന്ന സഖാക്കൾ തെളിയിച്ചിട്ടുള്ള നേതൃത്വം തെളിയിച്ചിട്ടുള്ളതിനെ ഒരു ശതമാനമെങ്കിലും ഉൾക്കൊള്ളുന്നുണ്ടോ എങ്കിൽ ആദർശപൂർവ്വമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ തയ്യാറാവണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ DGP R ശ്രീലേഖയുടെ IPS വെട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. IPS എന്ന് വേണ്ടെന്നും റിട്ടയർഡ് എന്നും ചേർക്കണമെന്നുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രീലേഖയോട് ആവശ്യപ്പെട്ടത്. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി TS രശ്മി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറേ സ്ഥലങ്ങളിൽ പ്രചാരണ പോസ്റ്ററുകളിൽ ശ്രീലേഖയുടെ പേരിനോടൊപ്പം IPS എന്നെഴുതിയത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മായിച്ചു. ബാക്കിയുള്ള ഇടങ്ങളിൽ BJP പ്രവർത്തകർ റിട്ടയർഡ് എന്ന് തിരുത്തിയിട്ടുണ്ട്. പേരിനോടൊപ്പം IPS ഇല്ലെങ്കിലും എല്ലാവർക്കും തന്നെ അറിയാമെന്ന് ശ്രീലേഖ പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയും NDA മുന്നണിയും ഇതുവരെ കാണാത്ത പങ്കാളിത്തമുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരു ഫൈനലായിട്ടാണ് കാണുന്നത്. ഭരണത്തിലെത്തിയാൽ കാഴ്ചപ്പാട്, കഴിവില്ലായ്മ, ഭരണശൈലി എന്നിവയിൽ മാറ്റമുണ്ടാകുമെന്നും അഴിമതിരഹിത ഭരണം നടപ്പാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ കോഴിക്കോട് നടന്ന തദ്ദേശ 2025 മീറ്റ് ദ ലീഡർ പരിപാടിയിൽ പറഞ്ഞു. ഞങ്ങൾ ഈ ഇലക്ഷനെ ഒരു സെമി ഫൈനലോ ക്വാർട്ടർ ഫൈനലായിട്ട് കാണുന്നില്ല. ഇതൊരു ഫൈനലായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇന്ന് സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിലൊരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കൊരു അവസരം ജനങ്ങൾ തന്നാൽ അതിലൊരു മാറ്റം കൊണ്ടുവരും. എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ കാഴ്ചപ്പാടിലൊരു മാറ്റം, കഴിവില്ലായ്മയിലൊരു മാറ്റം, അഴിമതി ഉള്ളൊരു ഭരണത്തിലൊരു മാറ്റം, ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് എത്ര കൊല്ലമായിട്ട് ഇരിക്കുന്ന ഒരു ഭരണത്തിലൊരു മാറ്റം, പ്രവർത്തിക്കുന്ന ഒരു ശൈലി, ഭരണത്തിൻ്റെ ശൈലിയിലൊരു മാറ്റം. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ചേഞ്ച് അല്ല, ഭരണമാറ്റം മാത്രമല്ല, ഭരണശൈലീൻ്റെ മാറ്റമാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ഞങ്ങളുടെ ഒരു വാഗ്ദാനം.
ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിന്റെ മുൻ ചെയർപേഴ്സൺ ബീന ജോബിയും ഇത്തവണ വിമത സ്ഥാനാർത്ഥിയായി മത്സര രംഗത്ത്. കോൺഗ്രസ് നേതാക്കൾ AI വിഭാഗങ്ങൾക്ക് സീറ്റുകൾ വീതം വച്ചപ്പോൾ അർഹരായവരെ അവഗണിച്ചു എന്നതാണ് ഇവരുടെ ഉയരുന്ന ആരോപണം. കട്ടപ്പനയുടെ മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും നഗരസഭാ കൗൺസിലറുമാണ് ബീന ജോബി. കോൺഗ്രസിന് തനിച്ച് ഭൂരിപക്ഷമുണ്ടായിരുന്ന നഗരസഭ കഴിഞ്ഞ 5 വർഷത്തിനിടെ 3 ചെയർപേഴ്സൺമാരാണ് ഭരിച്ചത്. ഇതിൽ ആദ്യം 2 വർഷം ബീന ജോബിയായിരുന്നു ചെയർപേഴ്സൺ. ഇത്തവണ നഗരസഭയിൽ 31-ാം വാർഡിൽ നിന്ന് മത്സരിക്കാനായിരുന്നു തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങളും തുടങ്ങി. എന്നാൽ ഈ വാർഡ് UDF നേതൃത്വം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകി. ഇവിടെ ഈ കഴിഞ്ഞ ടേമിൽ 3 ചെയർപേഴ്സൺമാർ 2 ചെയർപേഴ്സൺമാർക്കും ഈ പുരുഷന്മാരുടെ വാർഡിൽ സീറ്റ് കൊടുക്കുകയും കൈപ്പത്തി ചിഹ്നം കൊടുക്കുകയും ചെയ്തിട്ടു. ആദ്യത്തെ പ്രഥമ ചെയർപേഴ്സൺ ആയിരുന്ന ബീന ജോബിയെ ഇതിലെ ഒരു മൈൻഡ് ചെയ്യാനോ സീറ്റ് കൊടുക്കാനോ ഒന്നും തയ്യാറായില്ല. ബീന ജോബി ആണെങ്കിൽ ഈ പുരുഷന്മാരുടെ വാർഡിൽ മത്സരിക്കുന്നില്ല, വനിതാ വാർഡ് മാത്രമേ ചോദിച്ചുള്ളൂ. അതായത് ഈ കാണുന്ന വാർഡ് നമ്മുടെ തൊട്ട് പിറ്റുന്ന കിടക്കുന്ന വാർഡാണ്, നമ്മുടെ ഇറ്റം പോലെ കിടക്കുന്ന വാർഡ്. ആ വാർഡിലെ ഒരു സീറ്റ് ചോദിച്ചിട്ട് അത് കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസ് AI വിഭാഗങ്ങൾ സീറ്റുകൾ വീതം വെച്ചതായാണ് ബീന ജോബിയുടെ ആരോപണം. യുവാക്കൾ ഉൾപ്പെടെ അർഹരായ നിരവധി പേർക്ക് സീറ്റ് നിഷേധിച്ചതായും ഇവർ പറയുന്നു. ഞാൻ നോമിനേഷൻ കൊടുക്കാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് അവിടെ ജോയി ആനത്തോട്ടമാണ് നിൽക്കുന്നത്. അപ്പോൾ ആൾക്കാർ ശരിക്കും നമ്മളോട് പ്രതികരിച്ചു. ഞാൻ നല്ല രീതിയിൽ വാർഡ് നോക്കിയിട്ടുള്ള ഒരാളാണ്. 33-ാം വാർഡിലെ ആൾക്കാരോട് ചോദിച്ചാൽ തന്നെ അറിയാം. ആ വാർഡിൽ ഞാൻ നേരത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നപ്പോഴും ആ വാർഡിൽ തന്നെയായിരുന്നു മെമ്പറായിട്ടുണ്ടായിരുന്നത്. പിന്നെ ജോബി സ്റ്റീഫനോട് നോമിനേഷൻ കൊടുക്കാൻ പാർട്ടി നേതാക്കൾ തന്നെ പറഞ്ഞിട്ട് നമ്മൾ നോമിനേഷൻ കൊടുത്തു. അതിനേക്കാളൊക്കെ ഉപരി അപ്പോൾ ജോബി സ്റ്റീഫൻ മത്സരരംഗത്തില്ല, എനിക്ക് സീറ്റ് തരാനാണ് ജോബി സ്റ്റീഫൻ അവളെ ആവശ്യപ്പെട്ടത്. മത്സരിച്ച് ജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു AI ഗ്രൂപ്പിൻ്റെ ഇതുള്ളതുകൊണ്ടായിരിക്കാം, അവരവർക്ക് വേണ്ടി കൈവെക്കാൻ വേണ്ട ആൾക്കാർ വേണമെന്ന ഉദ്ദേശത്തിലായിരിക്കാം അവരവർക്ക് ഇഷ്ടക്കാരെ തന്നെ ഓരോ വാർഡിലും നിയമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കട്ടപ്പന നഗരസഭയിൽ മുൻ ചെയർപേഴ്സൺമാരായ 2 പേർ ഇത്തവണ ജനറൽ സീറ്റിൽ മത്സരിക്കുന്നു. ഈ വാർഡുകളിൽ ഉൾപ്പെടെ 4 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതർ രംഗത്തുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. SIR രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയത് CPM ആണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. കേന്ദ്രത്തിൽ BJP സർക്കാർ ചെയ്യുന്നത് തന്നെയാണ് കേരളത്തിൽ പിണറായി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി UDF അനുകൂല വോട്ടുകൾ ഇല്ലാതെയാക്കി SIR നടപ്പിലാക്കിയത് CPM ആണ്. ലോകത്ത് എന്ത് രാഷ്ട്രീയ മാറ്റമുണ്ടായാലും അത് കമ്മ്യൂണിസമാണെന്ന് ഊറ്റം കൊള്ളുന്ന CPM യാഥാർത്ഥ്യത്തിൽ ജനാധിപത്യവാദികളല്ല, ഏകാധിപത്യവാദികളാണെന്നും KM ഷാജി പറഞ്ഞു. തൃശൂർ കയ്പമംഗലത്ത് കാറിന്റെ ബോണറ്റിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. കാളാമുറി സ്വദേശി അബ്ദുൽ കരീമിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന കാറിനുള്ളിലാണ് പാമ്പ് കയറിയത്. ചാലക്കുടി ഫോറസ്റ്റ് RRT അംഗമെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. കുവൈറ്റിൽ പാപ്പരാത്ത നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് അറസ്റ്റ് വാറണ്ടുകൾ സജീവമാക്കി ആഭ്യന്തര മന്ത്രാലയം. AI സംവിധാനത്തിന്റെ സഹായത്തോടെ റഷഡ് മോണിറ്ററിംഗ് സംവിധാനം ഉപയോഗിച്ചാണ് സുരക്ഷാ വിഭാഗത്തിന്റെ നടപടി. അറസ്റ്റ് വാറണ്ടുകൾ പുറപ്പെടുവിച്ച വ്യക്തികളെ വേഗത്തിൽ പിടികൂടുന്നതിനും നിയമപരമായ നടപടിക്രമങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ തടയുന്നതിനും പൊതു റോഡുകളിലും സുരക്ഷാ ചെക്ക് പോസ്റ്റുകളിലും എല്ലാ വായു, കര, കടൽ തുറമുഖങ്ങളിലും അറസ്റ്റ് നടത്തുമെന്ന് മന്ത്രാലയം അറിയിച്ചു. വാറണ്ടുകൾ കുടിശ്ശികയുള്ള വ്യക്തികൾക്ക് വിമാനത്താവളത്തിൽ നേരിട്ട് അല്ലെങ്കിൽ നീതിന്യായ മന്ത്രാലയത്തിന്റെ ഇലക്ട്രോണിക് പേയ്മെന്റ് സേവനങ്ങൾക്ക് കീഴിലുള്ള സഹേൽ അപേക്ഷ വഴി അവരുടെ കുടിശ്ശികകൾ തീർക്കാനോ സാമ്പത്തിക ബാധ്യതകൾ നിറവേറ്റാനോ കഴിയുമെന്ന് അധികാരികൾ സ്ഥിരീകരിച്ചു. ഹഗ് അൽ റഷീദ് ആപ്പ് വഴി ഈ മേഖലയിൽ നടപ്പാക്കുന്നതിന് മുമ്പുള്ള കേസുകളോ വാറണ്ടുകളോ സാമ്പത്തിക ബാധ്യതകളോ ഉള്ള എല്ലാ വ്യക്തികളും അവ പരിഹരിക്കുന്നതിന് ഉടനടി നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ്, വെങ്ങര. ആലപ്പുഴയിൽ ബസ് യാത്രയ്ക്കിടെ യുവതിയുടെ മാല കവർന്ന 2 തമിഴ്നാട് സ്വദേശികൾ പിടിയിൽ. തൂത്തുക്കുടി സ്വദേശികളായ ലക്ഷ്മി, സിന്ധു എന്നിവരാണ് പിടിയിലായത്. ഇന്ന് രാവിലെ അടൂർ ഡിപ്പോയിൽ നിന്നും തിരുവല്ലയ്ക്കുള്ള KSRTC ബസ്സിലെ യാത്രയ്ക്കിടയിലാണ് മോഷണം നടന്നത്. പന്തളം മെഡിക്കൽ മിഷൻ ആശുപത്രി ജംഗ്ഷനിൽ നിന്നും വീട്ടിലേക്ക് ബസ്സിൽ കയറിയ ജിജിയുടെ മാലയാണ്
മോഷണം പോയത് മാല നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞതിനെ തുടർന്ന് ബഹളം വയ്ക്കുകയും കണ്ടക്ടറോട് മാല മോഷണം പോയതായി അറിയിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടി. ഇവർക്കെതിരെ കേരളത്തിൽ മാല മോഷണം, കവർച്ച തുടങ്ങിയ 15ഓളം കേസുകൾ നിലവിലുണ്ട്. ഞാൻ ബസ്സിൽ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അഴിവിൽ കയറിയപ്പോൾ മുതൽ ഇങ്ങനെ ഒരു മാതിരി കൈയിട്ട് എൻ്റെ ബാഗിനെ ഞാനിപ്പോൾ ബാഗിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പം എൻ്റെ കഴുത്ത മാലയുണ്ട്. ഞാൻ ഇറങ്ങി ബസ്സിൻ്റെ ഡോറിൻ്റെ അവിടെ ആയപ്പോൾ കഴുത്തോട് തിരുമ്പോൾ ഞങ്ങൾക്ക് ഇല്ല. അയ്യോ, ഞാൻ എൻ്റെ മാലയിൽ പോയി തിരിഞ്ഞു വന്നപ്പോൾ ഇവർ പറയാം അതാ കിടക്കുന്നത്. അപ്പോൾ ഈ താഴെ ഈ മാല കിടക്കുന്നു. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹം. സാമൂഹ്യമാധ്യമങ്ങളിലാണ് ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതായ വാർത്തകൾ പ്രചരിക്കുന്നത്. ഇമ്രാൻഖാനെ കാണാൻ റാവൽപിണ്ടിയിൽ ജയിലിന് സമീപം 1 മാസമായി തുടരുന്ന സഹോദരിമാർക്ക് അനുമതി നിഷേധിച്ചെന്ന ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടതിന് വാർത്തകൾക്ക് ആധാരമായിരിക്കുന്നു. സഹോദരനെ കാണണമെന്നാവശ്യപ്പെട്ട തങ്ങളെ പോലീസ് ആക്രമിച്ചതായി സഹോദരിമാർ ആരോപിച്ചു. നിരാഖാൻ, അമീല ഖാൻ, ഉസ്മാ ഖാൻ എന്നിവരാണ് ജയിലിന് പുറത്ത് തുടരുന്നത്. പാക് പട്ടാള മേധാവി അസീം മുനീറും ചാര സംഘടന ISIയും ചേർന്ന് ഇമ്രാൻഖാനെ കൊലപ്പെടുത്തിയെന്നതാണ് പ്രചരിക്കുന്ന വാർത്തകൾ. അഴിമതി കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട ഇമ്രാൻഖാൻ 2023 ഓഗസ്റ്റ് മുതൽ ജയിലിലാണ്.